എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് നമ്മുടെ സ്വഭാവത്തിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, മുണ്ടൊടുത്തി നടക്കുന്ന വാപ്പാ, പാൻഡിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവരെ വല്ലാത്ത ശിക്ഷയാണ്. അല്ലാഹു അവനെ നിസാരനാക്കുകയാണ്. അവൻ അല്ലാഹു നരകത്തില് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ അല്ലാഹു അവനൊരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ഖുലൂസ് എന്ന് പറയുന്ന നരകമുണ്ടല്ലോ, അത് അഹങ്കാരികൾക്ക് വേണ്ടിയുള്ളതാണ്. പടച്ചവനെ ഇവനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവന്റെ തലയുടെ മുകളിലൂടെ നരകത്തിന്റെ തീവം ഇവനെ വിഴുങ്ങുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലമുണ്ടല്ലോ, നരകവാസികളുടെ നമ്മുടെയൊക്കെ കൈയൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോ അതിനകത്ത് നിന്നൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ. നരകവാസികളെ പടച്ചവനെ ഇട്ടിങ്ങനെ കത്തിക്കുകയാണ്. അവരുടെ ശരീരം ഇങ്ങനെ കത്തിയിട്ട് അതിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഒരു ദ്രാവകം അല്ലാഹുവേ, അതാണ് ഈ അഹങ്കാരിക്ക് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ ചീഞ്ചലത്തിൽ ഒരു തുള്ളിയെങ്ങാണം ഈ പ്രപഞ്ചത്തിലെങ്ങാണം വീണാ, സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഒരു പച്ചില പോലും ഈ ഭൂമിയിൽ പിന്നെ കിളിക്കാറില്ല. പടച്ചവനെ, പിന്നെ ഒരു കാലത്തും ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് പോയിട്ട് മൃഗങ്ങൾക്ക് പോലും കഴിക്കാൻ ഒരു പച്ചില പോലും ഈ ദുനിയാവിൽ ഈ ഭൂമുഖത്തുണ്ടാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അഹങ്കാരികളെ നാളെ ഉറുമ്പിന്റെ രൂപത്തില്, ചെറിയ ഉറുമ്പുകളുടെ കോലത്തില് അല്ലാഹു അവനെ നിന്നനാക്കി നിസാരനാക്കി നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം